കൊണ്ട് തെറ്റി എന്ന് മനസ്സിലായ ആളുകൾ ഇത് മുഴുവനായിട്ട് കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് എന്തുകൊണ്ട് തെറ്റി എന്ന് മനസ്സിലാകാത്ത ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഓക്കെ, തെറ്റിൽ നിന്ന് ശരി പഠിക്കുക, അങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റിൽ നിന്ന് പഠിച്ചാൽ പിന്നെ നമ്മൾ ഒരിക്കലും അത് മറക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് അറിയാത്ത ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം, ഒരുപാട് ഉപകാരപ്പെടും. അപ്പൊ ഞാൻ എഴുതിയത് ഷീ ഡോണ്ട് ലൈക്ക് മീ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് അവൾക്ക് എന്നെ ഇഷ്ടമില്ല എന്നാ. അവൾക്ക് എന്നെ ഇഷ്ടമില്ല, പലരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലെ മിസ്റ്റേക്ക് ഇതാണ്. ഷീ ഡോണ്ട് ലൈക്ക് മീ എന്ന് പറയില്ല, ഷീ ഡസൻ എന്ന് പറയാം. ഇപ്പൊ ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറയും, എനിക്ക് ഇഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക്. പക്ഷെ ഇവിടെ ഷീ വരുന്ന സമയത്തും ഹീയും ഷീയും ഇറ്റും പിന്നെ പേരുകളെല്ലാം വരുന്ന സമയത്ത് നമ്മൾ ഡോണ്ട് അല്ല ഉപയോഗിക്കുക, ഡസ്. ഓക്കെ, സോ ഷീ ഡസൻ ലൈക്ക് മീ എന്ന് പറയാം. ഷീ ഡസൻ ലൈക്ക് മീ, അവൾക്ക് എന്നെ ഇഷ്ടമല്ല. മനസ്സിലായോ? ഇനി ഡസ് ഷീ ഹാസ് എ ബ്രദർ, അവൾക്കൊരു ബ്രദർ ഉണ്ടോ, അതെങ്ങനെ ചോദിക്കുക, അവൾക്ക് ബ്രദർ ഉണ്ടോ. അപ്പൊ ഇതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ മിസ്റ്റേക്ക്? യെസ്, ഇവിടെ ഹാസ് അല്ല, ഇവിടെ വേണ്ടത് ഹാവ്. ഓക്കെ, ഹാവ് എന്ന് പറയാം. ഡസ് ഷീ ഹാവ് എ ബ്രദർ, അവൾക്കൊരു ബ്രദർ ഉണ്ടോ. ഡസ് ഷീ ഹാവ് എ ബ്രദർ. മനസ്സിലായോ? ഇനി ഡു ഹി ലൈക്ക് ബിരിയാണി, അവന് ബിരിയാണി ഇഷ്ടമുണ്ടോ, അവന് ബിരിയാണി ഇഷ്ടമാണോ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിലെ മിസ്റ്റേക്ക് എന്താ? യെസ്, ഇവിടെ ഡു അല്ല ഡസ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഹീ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഷീ വരുന്ന സമയത്ത്, ഇറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പേരെല്ലാം വരുന്ന സമയത്ത് നമ്മൾ ഡു അല്ല ഉപയോഗിക്കുക, ഡസ്. അപ്പൊ ഡസ്